പ്രവാസികളെ കബളിപ്പിച്ച് ആഡംബര വാഹനങ്ങൾ തട്ടിയെടുക്കുന്നതിന് പിന്നിൽ അന്തർ സംസ്ഥാന സംഘമെന്ന സൂചന. തട്ടിയെടുക്കുന്നവരിൽ വ്യാജരേഖകൾ ചമച്ച് വീണ്ടും വിൽപ്പനയ്ക്കെത്തുന്ന വാഹനങ്ങൾ വാങ്ങി കബളിക്കപ്പെടുന്നതും ഏറെ പ്രവാസികൾ തന്നെ. വ്യാജരേഖകളുടെ ബലത്തിൽ മറിച്ചു വിൽക്കുന്ന ആഡംബര വാഹനങ്ങൾക്ക് വായ്പ തരപ്പെടുത്തി നൽകുന്ന സ്വകാര്യ ബാങ്ക് സംഘങ്ങളും സജീവമായി രംഗത്ത് എന്നും സൂചനയുണ്ട്. തിരുവനന്തപുരം സ്വദേശി പ്രവാസി മലയാളിയുടെ ബെൻസ് SUV മറിച്ചുവിറ്റ് പുതിയ റേഞ്ച് ഓവർ പകരം നൽകാമെന്ന പ്രലോഭനത്തിൽപ്പെട്ടതോടെ പ്രവാസിക്ക് നഷ്ടപ്പെട്ടത് 1 കോടിയുടെ വാഹനമാണ്. മാസങ്ങൾ കഴിഞ്ഞിട്ടും പുതിയ വാഹനമോ പഴയ വാഹനത്തിന്റെ വിലയോ ലഭിക്കാതെ വന്നപ്പോൾ തട്ടിപ്പ് മനസ്സിലാക്കിയ പ്രവാസി മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി. തിരുവനന്തപുരം സ്വദേശി സഞ്ജയ് എന്ന വാഹന ഇടനിലക്കാരനാണ് തന്നെ ചതിച്ചത്, വാഹനം കൈക്കലാക്കിയതെന്ന് ഫോൺ സംഭാഷണങ്ങളുടെ തെളിവടക്കം പരാതിയിൽ നൽകിയിട്ടുണ്ട്. DGPയുടെ നിർദ്ദേശപ്രകാരം മ്യൂസിയം പോലീസ് തട്ടിപ്പിനെപ്പറ്റി FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുകയാണ്. കൂടുതൽ അന്വേഷണത്തിൽ സഞ്ജയ് വാഹനം കൈമാറിയത് ഇരിങ്ങാലക്കുടക്കാരനായ വാഹന ഇടപാടുകാരൻ വാഹിദിനാണ്. 53 ലക്ഷം രൂപയ്ക്ക് വാഹിദ് വാഹനം മറ്റൊരു പ്രവാസിക്ക് വിറ്റു. തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശി റിഷാദ് എന്ന ഷറഫാണ് വ്യാജരേഖകൾ ചമച്ച് നൽകിയ വാഹനം വാങ്ങിയത്. പക്ഷേ ബെൻസ് SUVയുടെ രജിസ്ട്രേഷൻ വാഹനത്തിന്റെ യഥാർത്ഥ ഉടമയായ പ്രവാസി മലയാളിയുടെ പേരിൽ തന്നെയാണ്. വാഹനം വിറ്റ് തുക ലഭിക്കാത്തതിനാൽ പ്രവാസിയാകട്ടെ രജിസ്ട്രേഷൻ മാറ്റി നൽകിയിരുന്നില്ല. എന്നിട്ടും വ്യാജരേഖകൾ ചമച്ച് തട്ടിപ്പ് സംഘം സ്വകാര്യ ബാങ്കായ ICIC മുഖേന വാഹനം വാങ്ങിയ റഷീദിന് 42 ലക്ഷം രൂപയുടെ വായ്പ തരപ്പെടുത്തി നൽകി എന്നാണ് സൂചന. യഥാർത്ഥ ഉടമയായ പ്രവാസിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ബെൻസ് SUVക്ക് ICICI ബാങ്ക് വായ്പ നൽകിയത്. ഇതിനു പിന്നിൽ മോഷണ വാഹനങ്ങൾക്ക് വായ്പ തരപ്പെടുത്തി നൽകുന്ന ബാങ്ക് സംഘം പ്രവർത്തിക്കുന്നതായി സൂചനയുണ്ട്. ഇത്തരത്തിൽ നിരവധി പ്രവാസികളെ വാഹന വിൽപ്പനയുടെ പേരിൽ അന്തർ സംസ്ഥാന സംഘം തട്ടിച്ചതായും സൂചനയുണ്ട്. തട്ടിപ്പിനിരയാകുന്ന പ്രവാസികൾ മാനക്കേടും സമയനഷ്ടവും ഓർത്ത് തങ്ങൾക്ക് പറ്റിയ അബദ്ധം പുറത്തു പറയില്ല എന്ന സ്ഥിതി സംഘം മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം വാഹന തട്ടിപ്പ് സംഘത്തെയും ബാങ്ക് വായ്പാ തട്ടിപ്പ് സംഘത്തെയും പറ്റി വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടാണ് പ്രവാസി മലയാളി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി PR സത്യൻ.